ഹലോ. അപ്പോൾ രാവിലെ തന്നെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി കുറച്ച് പണിയൊക്കെയുണ്ട്. പണിയെന്ന് പറയുന്നത് ഇതേപോലത്തെ ചക്ക വീട്ടിൽ ചക്ക ഇങ്ങനെ കിട്ടിയപ്പോൾ അത് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കി നമുക്കിനി അത് കട്ട് ചെയ്ത് ഇതേപോലെ ക്യൂബാക്കി എടുക്കാം. അങ്ങനെ അത് നല്ല ചക്കയായിരുന്നു കേട്ടോ, നല്ല ചക്കയായിരുന്നു. അങ്ങനെ ചക്ക കിഴിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പയറാണ്. ഈ പയറെന്ന് പറയുമ്പം നല്ല ജൈവമായിട്ടുള്ള പയറാണ്. വീടിൻ്റെ അടുത്ത് തന്നെ അവർ വീട്ടിൽ കൃഷി ചെയ്ത പയറാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അമ്മയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. കാര്യം ഇത് എൻ്റെ കൈ മുറിയത്തേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പലകയിൽ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പാടൊന്നുമില്ലായിരുന്നു. കാര്യം ഇതിങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പലക കണ്ടില്ല. പിന്നെ ഞാനിത് അവിടെ ഇരുന്ന് ഒരു പലക എടുത്ത് വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഉള്ളിയും കൂടെ അരിഞ്ഞിടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ചക്ക വേവിക്കാം. അങ്ങനെ അമ്മ ചക്ക വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് അതവിടെ വേവിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് നോക്കിയപ്പോൾ തോരനും റെഡിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ ഞാൻ അരിഞ്ഞു കൊടുത്ത തോരനും അവിടെ റെഡിയായിട്ടൊരിരിപ്പുണ്ട്. പിന്നെ ഞാൻ വെച്ച് എനിക്കൊരു കറി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സവാളയൊക്കെ അരിയണം. അതായത് ഞാനിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്ത്, അതായത് വീട്ടിൽ ഒരുപാട് സോയാബീൻ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് സവാളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് അവിടെ ഞാൻ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ അത് ഏകദേശമൊക്കെ റെഡിയായി. അമ്മ കഴിച്ചിട്ട് പറഞ്ഞു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുളിശ്ശേരിയും ചക്കത്തോരനും നമ്മുടെ മറ്റേ പയർ തോരനും അതൊക്കെ കൂട്ടി കഴിച്ചു.